അതിക്രൂരമായി പിച്ചു ചീന്തി ആ മെഡിക്കൽ വിദ്യാർത്ഥിനിയെ കൊന്നു തള്ളി രാത്രി. ആർക്കും വേഗം മറക്കാനാവില്ല, ഒരിക്കലും പൊറുക്കാനും. ഒരു മെഡിക്കൽ കോളേജ് പോലും സ്ത്രീക്ക് സുരക്ഷിതമല്ലാത്ത ഇടമെന്ന ഞെട്ടൽ വിട്ടുമാറിയിട്ടില്ല രാജ്യത്തിന്. മെഡിക്കൽ സമൂഹത്തിലും പൊതുസമൂഹത്തിലും ഒരേപോലെ വലിയ ഭയവും ആശങ്കയും വിതച്ച അരുംകൊല. നേരറിയാനെത്തിയ CBI സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്ക് കടക്കുകയാണ്. കൊൽക്കത്ത ബലാത്സംഗ കൊലപാതക കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. കൂട്ടബലാത്സംഗം നടന്നിട്ടില്ല. സഞ്ജയ് റോയ് എന്ന മനുഷ്യമൃഗം ഒറ്റയ്ക്ക് ഡോക്ടറെ ബലാത്സംഗം ചെയ്തു, കൊലപ്പെടുത്തി. സംഭവശേഷം കൊല്ലപ്പെട്ട ഡോക്ടർക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊൽക്കത്തയിലും പശ്ചിമ ബംഗാളിലും രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും വലിയ തോതിൽ പ്രതിഷേധമുയർന്നിരുന്നു. ഇനിയും ശമിച്ചിട്ടില്ല. ഓഗസ്റ്റ് 9 ആർജിക്കർ മെഡിക്കൽ കോളേജിലെ 31-കാരിയായ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിന് മുഖ്യപ്രതിയായ സഞ്ജയ് റോയ് ഒറ്റയ്ക്കാണ് ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതെന്ന് വ്യക്തമാക്കുന്ന ആദ്യ കുറ്റപത്രം ഒക്ടോബർ 7 CBI സമർപ്പിച്ചു. കൃത്യം നടന്ന് 58 ദിവസങ്ങൾക്ക് ശേഷം കൊൽക്കത്ത സൽദയിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് CBI 45 പേജുള്ള കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പ്രകാരം കൊൽക്കത്ത പോലീസ് സിവിൽ വോളണ്ടിയറായി ജോലി ചെയ്തിരുന്ന സഞ്ജയ് റോയ് ഓഗസ്റ്റ് 9 ആശുപത്രിയിലെ സെമിനാർ ഹാളിൽ രാത്രി ഷിഫ്റ്റിനിടെ വിശ്രമിക്കാൻ പോയ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്നാണ്. എന്നാൽ കൂട്ടബലാത്സംഗം കുറ്റാന്വേഷണ ഏജൻസി പരാമർശിച്ചിട്ടില്ല. റോയ് മാത്രമാണ് കുറ്റം ചെയ്തതെന്ന് സൂചിപ്പിക്കുന്നതാണ് കുറ്റപത്രം. എന്നിരുന്നാലും ഈ സമർപ്പിച്ചത് ആദ്യ കുറ്റപത്രമാണെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും CBI അറിയിച്ചു. റോയ് പതിവായി ആശുപത്രി സന്ദർശിക്കാറുണ്ടായിരുന്നു. കുറ്റകൃത്യം നടന്ന ദിനം പുലർച്ചെ 4:03 സെമിനാർ റൂമിലേക്ക് പ്രവേശിക്കുന്നതും ഏകദേശം അരമണിക്കൂറിന് ശേഷം അയാൾ ആ സെമിനാർ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നതും ആശുപത്രിയിലെ CCTV ദൃശ്യങ്ങളിൽ കാണാം. കൂടാതെ കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് ഇയാളുടെ ബ്ലൂടൂത്ത് ഹെഡ്ഫോണുകളും കൊൽക്കത്ത പോലീസ് കണ്ടെടുത്തു. ഈ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സഞ്ജയ് റോയിയെ തൊട്ടടുത്ത ദിവസം പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ശേഷം ഓഗസ്റ്റ് 13 കൊൽക്കത്ത ഹൈക്കോടതിയുടെ ഉത്തരവിനെ തുടർന്ന് ഓഗസ്റ്റ് 14 അന്വേഷണം CBI ഏറ്റെടുത്തു. സംശയത്തിന് ഇടം നൽകുന്ന വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ഉത്തരവ്. പിന്നാലെ പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയും നുണപരിശോധനയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. കേസുമായി ബന്ധപ്പെട്ട് താല പോലീസ് സ്റ്റേഷൻ ഓഫീസർ ഇൻചാർജ് അഭിജിത് മൊണ്ടലിനെയും മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെയും CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബലാത്സംഗ കൊലപാതക കേസിലെ തെളിവ് നശിപ്പിച്ചതിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണെന്നും CBI വ്യക്തമാക്കി. സഞ്ജയ് റോയിയുടെ പേരിലുള്ള കുറ്റപത്രത്തിൽ 200ഓളം പേരുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് CBI വൃത്തങ്ങളെ ഉദ്ധരിച്ച് മാധ്യമ റിപ്പോർട്ടുകളുമുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടുവെന്ന് സ്ഥിരീകരിച്ചു. കൂടാതെ സ്വകാര്യ ഭാഗങ്ങളിലെ കടുത്ത രക്തസ്രാവം ഉൾപ്പെടെ അവളുടെ ശരീരത്തിൽ ആന്തരികവും ബാഹ്യവുമായ 25 മുറിവുകൾ കണ്ടെത്തി. കഴുത്തിന്റെ എല്ല് പൊട്ടിയ നിലയിലായിരുന്നു. ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. പ്രതിക്ക് പരമാവധി ശിക്ഷ ലഭിക്കണമെന്നാണ് പൊതുവികാരം. പ്രാഥമിക കുറ്റപത്രം കൊണ്ട് അവസാനിക്കരുത്. പഴുതുകൾ ഒന്നും ബാക്കി വയ്ക്കാതെ എല്ലാ നിഗൂഢതകളും നീങ്ങണം. അവൾക്ക് നീതി ലഭിക്കണം.